കാർത്തിയേ കാർത്തിയേ വായിലും ചെല്ല കറച്ചാള് നാട് മുഴുവൻ കള്ളന്മാര് ശല്യാണ്. നിങ്ങളില്ല പഠിപ്പിക്കണ്ട, നിങ്ങൾ ആരെ പിടിച്ചോണ്ടെന്ന് നോക്കിയോളി. ഇന്നെ പിടിച്ചോണ്ട് വെച്ച് എന്തിട്ടാനാണ് കാർത്തിയെ? ഈ ആ ചായന്റെ വെള്ളം കൊണ്ട് കൊണ്ടുപോയി ഇതാ കുടിച്ചോളി. ഓ എന്റെ കാർത്തിയെ, ഈ വേഷം പഞ്ചാര ഇട്ടോട്ടെ ഞങ്ങക്ക്? പഞ്ചാര ഇങ്ങനെ കുത്തി കലക്കി കുടിച്ചണ്ട, ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാ. ഓ എന്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ഉണ്ടാകും ദുഷ്കാന്റീനല്ലേ? എന്തേ പറഞ്ഞോ? അല്ല, പഞ്ചാര കുറച്ച് മതിയെന്ന് പറഞ്ഞതാ. നാരായണേട്ടാ, ആരാണ്? ആരുമില്ല ഇവിടെ? ആരുമില്ല, അടുത്ത ശനിയാഴ്ച പോരി. പ്രകാശില്ല ഇവിടെ. ശനിയാഴ്ച അണ്ണാച്ചില്ലേ? അണ്ണാച്ചല്ലാന്ന്, ഇത് ഞാനാണ്. ഇല്ലാത്തണമ്പത്തെ പവിത്രന്റെ മോന് അഖിലേഷ്, രണ്ടാമത്തോന്. അഖിലേഷാണ് ഈ കാർത്തിയെ. കാർത്തിയെ എന്തിട്ടാ നിങ്ങൾ ഇങ്ങനെ തൊള്ളട്ട് കീർന്നേ? ഇതാരാ വന്ന നോക്ക്. ആരാണ് ആരാണ് ആരാണെന്ന് നിങ്ങൾ പറയും, എനിക്കവര് മനസ്സിലാവില്ല. ഇല്ലാത്തറമ്പത്തെ പവിത്രന്റെ രണ്ടാമത്തോൻ അഖിലേഷ്. പവിത്രൻ രണ്ടാമത്തോനോ? ഈ പാഠമാനം പോയാണ്ട് വലുതായില്ല മോനെ. പളവുണ്ട് ചെക്കന് പടവലത്തിന്റെ. അല്ല, എന്റെ അമ്മയ്ക്ക് ഇപ്പൊ എന്ത് വയസ്സുണ്ട് മോനെ? അമ്മക്കിപ്പോ ഒരു 10-53 വയസ്സുണ്ട്. എന്നാലും 53 വയസ്സിലൊക്കെ ഒരു അമ്മ മരിക്കാന്ന് പറഞ്ഞാലില്ലേ? മരിക്കേ? അമ്മ അല്ലല്ലോ മരിച്ചത്, അമ്മന്റെ ഏർത്തിയല്ല മരിച്ചത്. എന്താണ് കാർത്തി ഈ പറയണേ? അല്ല, എന്തോ ഒരു പരിപാടിക്കുമ്പോഴാണ് പോയത്, എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ അമ്മയ്ക്ക് ഇപ്പൊ എന്ത് വയസ്സുണ്ട്? എന്റെ അമ്മന്റെ വയസ്സിനല്ലെന്ന് ഞാൻ പറഞ്ഞത്, 53. 53 ഒന്ന് കണ്ടാ പോരല്ലെന്ന്? അയ്യോ, എന്റെ അമ്മക്ക് 53 വയസ്സില്ല. അതായത് ധനു, കുംഭം, മീന്, ഇടവം, വൃശ്ചിക. അടുത്ത വൃശ്ചികം 18-ന് എന്റെ അമ്മയ്ക്ക് 48 വയസ്സ് തികയും. ഓ, നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ കാര്യം മുഴുവൻ മൂപ്പർക്ക് എന്താണ് അറിവ്? ഇവിടെ എത്തിണ്ട് എന്തേലും അറിയാം നിങ്ങൾക്കിന്നെ പറ്റിയിട്ട്. അല്ലാന്ന് ബന്റെ പെങ്ങളല്ലേ ഉത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയത്? അങ്ങനെ അബദ്ധം പറ്റിയായിരിക്കും ചോദിക്കേണ്ടവനോട്. അല്ല മോനെ, ഓള് വന്നാ? ഓള് വന്ന് ഇപ്പൊ ഭർത്താവിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാണല്ലോ, ഇപ്പൊ ദുബായിലാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല മോനെ, ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെയും പോകും. എന്തൊക്കെയാ പറയണേ മോനെ? ഓളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇത് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെയും പോകും. ഈ കഞ്ചാവ് അടിച്ചായത് ഇതാ ഇവിടെ നിന്നതാ. എന്ത് ഇനി ഇവിടുത്തെ കളി? ഞാൻ അടക്കിയതല്ലേ. വേണ്ട കളി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അല്ലേ മോനെ, അന്റെ ഒരു അമ്മ ഇല്ലേ മിലിറ്ററിക്കാരനാന്ന് പറഞ്ഞെടുക്കണേ? പറഞ്ഞിറക്കല്ലാന്ന്, മിലിറ്ററിക്കാരൻ തന്നെ. ഭാർഗമാമനല്ലേ? അതന്നെ. മാമ ഇപ്പൊ മിലിറ്ററിന്നൊക്കെ വന്ന ഒരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുക. എന്തേ മുന്നേ പറ്റി? അല്ല, അത് തലക്ക് ചെറിയൊരു മുറിവ്, അത്രേ ഉള്ളൂ. മതി, തലയ്ക്ക് ചെറുത് പറ്റിയാ മതി, രക്ഷപ്പെടൂല. ഇവിടെ സുമേഷ് തലയ്ക്കാ പറ്റി 3 ദിവസം ചില്ലുകൂട്ടി കിടന്ന് 4-ാമത്തെ ദിവസം മേലോട്ട് എടുത്ത്. കാർത്തിയെ, അന്റെ ലൈസൻസ് ഇല്ലാത്ത വർത്താനം നോക്കിക്കാളി. കുട്ടിയെ ലക്ഷ്മിപ്പിക്ക. അല്ല മോനെ, ഇതിപ്പോ എത്ര ദിവസമായി പറ്റിയിട്ട് ഇപ്പൊ 3 ദിവസമായി. എന്നാ ഒരു ദിവസം കൂടി നോക്കിയാൽ മതി. 4 നിന്റെ കണക്ക്. അല്ല മോനെ, ചെറിയ സംശയം ഒന്നും ചോദിക്കരുതേ. ഇനിയിപ്പോ മാമൻ അങ്ങോട്ട് മരിച്ചു പോയാൽ തന്നെ അല്ലെ മദ്യത്തിന്റെ കോട്ടയൊക്കെ കിട്ടുവോ? അതൊക്കെ കിട്ടുന്നു. തെറ്റിയാലെ വിശാലാക്ഷിന്റെ വരുമാനം പെന്തിട്ടാ? അല്ലടോ, അപ്പൊ അമ്പുജത്തിന്റെ ഭർത്താവ് മിലിറ്ററിന്ന് വെച്ചപ്പോ ഓക്കിപ്പോ കഷ്ടപ്പാട് കഴിഞ്ഞ സമയമില്ലല്ലോ. ഓക്ക് കോട്ടട്ടല്ലേ? കിട്ടിയിട്ട് എന്തിട്ടാ കാര്യം? ഓളെ മോനെന്നെ തയ്യലേ. അല്ല മോനെ, ഇപ്പൊ ഇതിനെങ്ങോട്ട് പോന്നേ? ഞാൻ എന്റെ കല്യാണം പറയാന്. അല്ല, അനക്കിപ്പോ ആരെ പെണ്ണെന്ന്? അല്ല മോനെ, എന്താണ് പെണ്ണിനെന്റെ കണ്ണിന് തരാറുണ്ടിരിക്കോ? അതല്ലാന്ന്, ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ ബന്ധപ്പെട്ടതാ. കല്യാണത്തിന്റെ മുന്നെയാണ്. കാലം പോണോരോ പോക്ക്. എന്തായാലും വേണ്ടില്ല, അടുത്ത മാസം 10-നാ കല്യാണം. നിങ്ങൾ എല്ലാരും കുടുംബസമേതം അങ്ങോട്ട് വരിക, കല്യാണം ഉഷാറായി തരാം. പിന്നെ കല്യാണം കഴിഞ്ഞാലാ പണ്ടൊക്കെ ഒന്ന് ഒറ്റ നോക്കിക്കോണ്ടോ. നിന്റെ മാരി അയിപ്പോണ്ടാന്ന്, കുടുങ്ങിപ്പോണ്ടാന്ന്. ഇന്ന പിന്നെ എല്ലാം പറഞ്ഞ പോലെ രണ്ടാളും നേരത്തെ കാലത്ത് അങ്ങോട്ട് വരിക. അല്ല, ഇപ്പൊ എങ്ങനെയാ വന്നേ? ബൈക്കിന് നോക്കി പോയിക്കുക. ഇപ്പൊ കല്യാണം നിശ്ചയിച്ച് ചെക്കന്മാർ തരണ്ട കാലം നടക്കണേ. ദത്തിന്റെ മാരി ഇങ്ങനെ കുത്തിരിക്കാതെ വന്ന് കിടന്നോളി മനുഷ്യ. കള്ളന്മാരൊക്കെ ഉള്ളതാണ്. എനിക്കാണ്ട ഓടി അവിടുന്ന്. കള്ളേ, ഞാൻ എന്താ കള്ളന്മാരെ കാണാത്ത? എന്തിട്ടാണ് എന്താണ് കുത്തിനോട് നിൽക്കണം പയരക്കാണ് വിചാരം? അതല്ല, ആരോ വീട്ടിന്റെ ഉള്ളിൽ കയറിയില്ലേ? പറഞ്ഞ പോലെ തന്നെ ആരോ കയറിയിട്ടല്ലോ. കള്ളനാണ് കാർത്തിയെ. അനങ്ങിപ്പോരുത്, കൊന്നു കളയുന്നാൽ. ഇവിടുത്തെ പണ്ടും പണവും എവിടെയാണ് വെച്ചത്?
പറയും. ഇത് ബംഗാളിയാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ബംഗാളിയല്ല, കൊലയാളി. ഇടുക്കിൻ പണ്ടും പണവും. മോനെ ഇവിടെ പണ്ടും പണമൊന്നുമില്ല മോനെ. മോന ആരാന്റെ എന്റെ മോൻ? ഇടുക്കടി പണ്ടും പണോ? സത്യായിട്ട് ഇവിടെ പണ്ടും പണമൊന്നുമില്ല. കളവ് പറയരുത്. കളവല്ല മോനെ, സത്യ. ഈ കാർത്തേനമ്മ ജീവിതത്തിൽ ഇന്നേ ഒരാരോടും കള്ളത്തരം പറഞ്ഞില്ല. എന്തമ്മ? കാർത്തേനമ്മ. ഓ മൈ ഗോഡ്, കാർത്തിയാനി അമ്മ. എന്റെ അമ്മയുടെ അതേ പേര്. അമ്മേ മോനെ നിങ്ങളെന്തിട്ടാണ് കിള്ളക്കുട്ടിയോ? ഞാനൊരു വൈക്ക് വരെ ലെവലാക്കി കൊണ്ടുവരിക. കൊറേ നേരായി ഇവൻ കളിക്കണേ. അന്നെ ഞാൻ വെറുതെ വിടൂലടാ. ഇവരെ ഞാൻ വെറുതെ വിട്ടതേ എന്റെ അമ്മന്റെ പേര് കാർത്തിയാനിയമ്മ ആയതുകൊണ്ടാ. പക്ഷെ അന്നെ ഞാൻ വെറുതെ വിടൂല. കുത്തല്ലേ സത്യത്തിൽ എന്റെ പേര് നാരായണൻ നായരെന്നാണെങ്കിലും എല്ലാരും എന്നെ വിളിക്ക കാർത്തിയാനിയമ്മ കാർത്തിയാനിയമ്മ. ഇല്ല കാർത്തിയെ? ആ കാർത്തേനമ്മേ. അമ്മേ അമ്മേ